കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ്. കണ്ണൂരിലെയും കേരളത്തിലെയും രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ചും പ്രത്യേകിച്ച് യുഡിഎഫ് സ്ഥാനാർത്ഥി കെ സുധാകരന്റെ പ്രസ്താവനകളെക്കുറിച്ചും സണ്ണി ജോസഫ് വളരെ വ്യക്തമായ നിലപാടാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പങ്കുവയ്ക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് വലിയ വിജയം നേടുമെന്ന കാര്യത്തിൽ പാർട്ടിക്ക് യാതൊരു സംശയവുമില്ല. അതുപോലെ കെ സുധാകരൻ നടത്തിയ രാഷ്ട്രീയ വനവാസം എന്ന പരാമർശത്തെ അദ്ദേഹം പ്രതിരോധിക്കുന്നത് വളരെ ശ്രദ്ധേയമായിട്ടാണ്. രാഷ്ട്രീയത്തിൽ നേതാക്കൾ തങ്ങളുടെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ശൈലിയാണ് ഇതെന്നും അത് അക്ഷരാർത്ഥത്തിൽ എടുക്കേണ്ടതില്ല എന്നും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ജയിക്കില്ലെന്നുറപ്പുള്ളവർ ഇത്തരം വെല്ലുവിളികൾ നടത്തില്ല എന്നും സുധാകരന്റെ വാക്കുകൾ പോരാട്ട വീരത്തിന്റെ അടയാളമാണെന്നുമാണ് സണ്ണി ജോസഫ് വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ കോൺഗ്രസിനെതിരെ ഉയർന്നു വന്ന വയനാട് ഫണ്ട് വിവാദങ്ങളിലും അദ്ദേഹം ശക്തമായ മറുപടി നൽകുന്നുണ്ട്. വയനാട് ദുരിതാശ്വാസത്തിനായി സമാഹരിച്ച തുകയേക്കാൾ കൂടുതൽ പണം ചെലവാക്കി വീടുകൾ വെക്കാൻ ആവശ്യമായ സ്ഥലം വാങ്ങിയിട്ടുണ്ട് എന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. അതുപോലെ ഫണ്ട് വക മാറ്റി എന്ന ആരോപണത്തിൽ കഴമ്പില്ല എന്നും പാർട്ടി ഫണ്ട് കൃത്യമായ രീതിയിൽ തന്നെ വിനിയോഗിച്ചാണ് മുന്നോട്ട് പോകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സർക്കാരിന്റെ വീഴ്ചകൾ മറച്ചുവെക്കാൻ ഇത്തരം ആരോപണങ്ങൾ കെട്ടിച്ചമയ്ക്കുകയാണെന്ന സൂചനയും സണ്ണി ജോസഫിന്റെ വാക്കുകളിലുണ്ട്. ചുരുക്കത്തിൽ തെരഞ്ഞെടുപ്പ് ഗോതയിൽ യുഡിഎഫിന്റെ ആത്മവിശ്വാസം ഉയർത്തിപ്പിടിക്കാനും വിവാദങ്ങളിൽ പാർട്ടിയുടെ നിരപരാധിത്വം തെളിയിക്കാനുമാണ് സണ്ണി ജോസഫ് ഈ സംസാരത്തിലൂടെ ശ്രമിക്കുന്നത്. നേതാക്കളുടെ വാക്കുകളെ വളച്ചൊടിക്കുന്ന രാഷ്ട്രീയ എതിരാളികൾക്കുള്ള മറുപടി കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ വാർത്താ സമ്മേളനം. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലം യുഡിഎഫിന് അനുകൂലമാകുമെന്നും ജനങ്ങൾ വസ്തുതകൾ തിരിച്ചറിയുമെന്നും അദ്ദേഹം ആത്മവിശ്വാസത്തോടെ പറയുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ ആ പ്രതികരണ വീഡിയോ നമുക്കൊന്ന് മുഴുവനായി കണ്ടു നോക്കാം. അയ്യപ്പ സംഗമത്തിന്റെ പേരിലുള്ള കളക്ഷൻ ഫണ്ടും തട്ടവരെ കുറിച്ച് നിങ്ങൾ അധികം ബേജാറാകും. ഞങ്ങൾ കാശുണ്ടാക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ അധികം ബേജാറാകണ്ട. അതിനാ ഞങ്ങളെ മറുപടി, അതിനെക്കുറിച്ചാ കൃത്യമായ മറുപടി. ഞങ്ങൾ സമാഹരിച്ച പൈസയേക്കാൾ കൂടുതൽ ചെലവിട്ട് സ്ഥലം വാങ്ങി. ഇനി പൈസ സമാഹരിക്കാതെ തന്നെ പാർട്ടിയുടെ തനത് ഫണ്ട്, ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അതുണ്ടാക്കാൻ ഞങ്ങൾ കഴിയും. അത് വയനാട്ടുകാരോട് ചോദിക്കാം. അവിടെ അല്ല, അതൊക്കെ അവിടെ ഇൻട്രസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനേതായാലും പോകേണ്ടവരില്ല കേട്ടോ. വി.ഡി. സതീശന് പോകേണ്ടവരില്ല. അദ്ദേഹം പോവില്ലല്ലോ. ഞാൻ പ്രതിപക്ഷ നേതാവായിട്ട് പ്രവർത്തിക്കാൻ അദ്ദേഹം ഇവിടെ ഉണ്ടാവും. ജയിച്ചില്ലെങ്കിൽ ബൈ ഇലക്ഷൻ ജയിപ്പിക്കും. ധർമ്മടത്ത് തോറ്റാലും ബൈ ഇലക്ഷൻ ജയിപ്പിക്കും അദ്ദേഹത്തെ. അതൊക്കെ പോളിറ്റിക്സിലെ ഒരു സംസാര ശൈലിയാണ്, ഇല്ലേ? പോളിറ്റിക്സിലെ ഒരു സംസാര ശൈലിയാണ്. എന്താണ്? ജയിക്കുന്നുള്ളൊരു കോൺഫിഡൻസ് ആണ്. തോറ്റാൽ ഞാൻ വനവാസത്തിന് പോകുന്നു പറയുന്നത് ജയിക്കും എന്നുള്ള അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് ആണ്. ആ കോൺഫിഡൻസ് എന്താണ്? തദ്ദേശ തെരഞ്ഞെടുപ്പ് റിസൾട്ട് എന്തായിരുന്നു? നിങ്ങൾ എന്തായിരുന്നു കണക്കൂട്ടിയ? കൊല്ലം കോർപ്പറേഷൻ ഞങ്ങൾ ജയിക്കുന്നതാരും കരുതിയോ? കോഴിക്കോട് ഞങ്ങൾ 2 സീറ്റിന് ചെറിയ വോട്ട് 150 താഴെ കോഴിക്കോട് കോർപ്പറേഷൻ അവരുണ്ടാക്കിയ വാർഡിൽ ഞങ്ങൾ തോക്കുന്നു, നഷ്ടപ്പെടുമെന്ന് നിങ്ങൾ കരുതിയോ? തിരുവനന്തപുരത്ത് ഞങ്ങളെ സീറ്റ് 10-20 ആക്കിയെന്ന് നിങ്ങൾ കരുതിയോ? അപ്പൊ അത്ഭുതം സംഭവിച്ചു. ആ അത്ഭുതം ആവർത്തിക്കും. അത് പ്രകടന പത്രികയിലല്ല, അത് നേരത്തെ ഗ്യാരണ്ടി പ്രഖ്യാപിച്ചത് രാഹുൽ ഗാന്ധി തിരുവനന്തപുരത്തെ. അതെ, രാഹുൽ ഗാന്ധി നേരത്തെ പ്രഖ്യാപിച്ചു. എത്രയും വേഗത്തിൽ അത് നോക്കാം നമുക്ക്. ചിലപ്പോൾ 101 ആയാലും കുഴപ്പമില്ലല്ലോ. 100-ാം തീയതി അവധിയായപ്പോലും 100-ാമത്തെ ദിവസം അവധിയായാൽ ചിലപ്പോൾ 101 ആവും. നോക്കാം നമുക്ക്. മന്ത്രി വരട്ടോ, നോക്കാം. അവരോടായിട്ട് ആലോചിച്ചിട്ട് പറയാം.